കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 13 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. റമദാനിലെ അവസാന 10 ദിവസം രാജ്യത്തെ സ്കൂളുകൾക്ക് അവധി നൽകണമെന്ന നിർദ്ദേശത്തിന് അംഗീകാരവുമായി ബഹ്റൈൻ പാർലമെന്റ്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഹസൻ മുഗമ്മാസ് എംപിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ സമർപ്പിച്ച അടിയന്തര നിർദ്ദേശത്തിന്മേലാണ് പാർലമെന്റ് അംഗീകാരം നൽകിയത്. വിദ്യാർത്ഥികളിൽ റമദാന്റെ ആത്മീയ സത്ത പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പാകത്തിൽ അവസാന 10 ദിവസം രാജ്യവ്യാപകമായി സ്കൂളുകൾക്ക് അവധി നൽകണമെന്നാണ് പാർലമെന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷൂറ കൗൺസിലിലേക്ക് നിർദ്ദേശം കൈമാറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തെ പോലെ തന്നെ വിശ്വാസവും നിർണായകമാണെന്ന് നിർദ്ദേശത്തെ പിന്തുണച്ച് ഡെപ്യൂട്ടി സ്പീക്കർ MP അഹമ്മദ് ഖരാത്ത പറഞ്ഞു. ഷൂറ കൗൺസിലിന്റെ തുടർ അനുമതിക്കായി കാത്തിരിക്കുകയാണ് പാർലമെന്റ് MPമാർ. രാജ്യത്ത് മാർച്ച് 15 മുതൽ മെയ് 15 വരെ ഞണ്ടുകളെ പിടികൂടുന്നതിന് നിരോധനം പ്രഖ്യാപിച്ചു. ഞണ്ടുകളുടെ പ്രജനന കാലയളവ് കൂടിയായ ഈ മാസങ്ങളിൽ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് നിരോധന പ്രഖ്യാപനം പുറപ്പെടുവിച്ചത്. മത്സ്യത്തൊഴിലാളികൾ നിരോധന വ്യവസ്ഥ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും SSC വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ ഞണ്ടുകളെ പിടികൂടുന്നവർ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അബദ്ധവശാൽ വലയിലോ മറ്റോ ഞണ്ടുകൾ അകപ്പെട്ടാൽ അതിനെ തിരികെ കടലിലേക്ക് വിടണമെന്നും നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകരെയും പൗരപ്രമുഖരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഹൂറ ചാരിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ ബഷീർ മാത്തോട്ടം സന്ദേശം നൽകി. സോമൻ ബേബി, സംശുദ്ദീൻ വെള്ളിക്കുളങ്ങര, സൈഫുല്ല ഖാസിം, ബിനു കുന്നന്താനം, ചെമ്പൻ ജലാൽ, റഷീദ് മാഹി, ഷാനവാസ്, KP മുസ്തഫ, റിസാലുദ്ദീൻ, ബഷീർ അമ്പലായി, KT സലീം, സൽമാനുൽ ഫാരിസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഹംസ മേപ്പാടി അധ്യക്ഷത വഹിച്ചു. സിറാജ് നരക്കോട് സ്വാഗതവും നൂറുദ്ദീൻ ഷാഫി നന്ദിയും പറഞ്ഞു. അസ്ഫർ തയ്യിൽ, ഫാസിൽ കോട്ടക്കൽ, ജാൻസിർ മന്നത്ത്, ഷാജഹാൻ, മുംനാസ്, ആഷിഖ്, നാസർ, അഷ്റഫ്, സാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുച്ഛമായ വേതനത്തിൽ ശുചീകരണ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സമസ്ത ഉമ്മർ ഹസം ഏരിയ കമ്മിറ്റിയുടെ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങുന്ന റമദാൻ റിലീഫ് കിറ്റ് SKSSF ബഹ്റൈൻ വിഖായ അംഗങ്ങൾ വിതരണം ചെയ്തു. SKSSF ബഹ്റൈൻ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ, ജോയിന്റ് സെക്രട്ടറിമാരായ അഹമ്മദ് മുനീർ, മുഹമ്മദ്, ഫിർദൌസ്, മുനീർ, ഷഫീൻ, ഹബീബ് എന്നിവർ സംബന്ധിച്ചു. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
KMCC ഗ്രാൻഡ് ഇഫ്താർ നാളെ വൈകിട്ട് ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഇഫ്താറിൽ ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫഖ്റു, ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ്, ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസൻ ഈദ് ബുഗമ്മാസ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഇഫ്താറായ KMCC ഇഫ്താറിൽ ഈ പ്രാവശ്യം 10,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര എന്നിവർ പറഞ്ഞു. ഗ്രാൻഡ് ഇഫ്താറിന്റെ വിജയത്തിനായി രൂപവത്കരിച്ച സ്വാഗത സംഘത്തിന്റെയും വിവിധ വിങ്ങുകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും എല്ലാവിധ സജ്ജീകരണങ്ങളും നടന്നു വരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. ഔദ്യോഗിക പരിപാടികൾ നേരത്തെ തുടങ്ങേണ്ടതിനാൽ 4:30 തന്നെ എല്ലാവരും എത്തിച്ചേരണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു.